Introducing Dazzler Chic and Cute Nail Polish. Available in 63 shades. Dazzler Chic and Cute Nail Polish at 60 rupees only. മാരേജ് കഴിഞ്ഞ ഒരു അപ്പച്ചൻ പറഞ്ഞതാണ്, ഞാൻ ഭാര്യയായിട്ട് ഒരു ബന്ധവുമില്ല ഇപ്പൊ, എങ്ങനെയോ കുഞ്ഞുണ്ടായി, ഭാര്യ വിളിക്കുന്നു, ഞാൻ പോയിട്ട് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. നല്ലൊരു കത്തോലിക്ക അപ്പച്ചനായി പറയണേ. ലെസ്ബിയൻസ് ആയാലും കുറച്ച് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടി. പക്ഷെ നമുക്ക് ഗേ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് അത്യാവശ്യം എനിക്ക് ആവശ്യമില്ലാത്തൊരു നോട്ടം ഇഷ്ടമില്ല, ആവശ്യമില്ലാത്തൊരു ടച്ച് ഇഷ്ടമില്ല, ഫീൽ വെരി ബാഡ് ആയിട്ടാ തോന്നുന്നു. ഇപ്പം ചേട്ടന്റെ വൈഫ് മേ ബി ഓക്കെ, ഞാൻ വേണ്ട, ഇപ്പൊ ചേട്ടൻ ലവർ സിംഗിൾ മുമ്പോട്ട് ഈ എറണാകുളത്ത് ജീവിക്കണം എന്ന് നമുക്കൊന്നും പറ്റില്ല. പിന്നെ ജോലി, അതിന്റെ ഇടയ്ക്ക് കുഞ്ഞിനെ നോട്ടം, ഇതൊന്നും നടക്കൂല. ഫാമിലീസിന്റെ അഭിപ്രായത്തിൽ ദത്തെടുക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ ഒരു കുഞ്ഞാവൂലല്ലോ. നമുക്ക് ഒരു കുഞ്ഞ് വേണം എന്നുള്ള ലെവലാണ് ഭാവിയിൽ. അതും ഒരിക്കലും ഗേ ആണെന്നുള്ളൊരു കാര്യം എനിക്ക് അറിയാതെയാണ് ഞാൻ മെസ്സേജ് അയച്ചു. കർത്താവിനോട് പ്രാർത്ഥിച്ചേക്കുന്ന ഒരു കാര്യം, കർത്താവെ ഇത് ചതിക്കാൻ വേണ്ടി ആണെങ്കിൽ ഒരിക്കലും എന്റെ ലൈഫിലേക്ക് കൊണ്ടുവരില്ലേ, എനിക്കിനി ഇങ്ങനെ ഇതടിച്ചിട്ടിരിക്കാൻ വയ്യ. അപ്പൊ അതുകൊണ്ടായിരിക്കും ദൈവം തമ്പുരാൻ എനിക്ക് പക്ഷെ ഇങ്ങനെ നല്ല കിട്ടു താടിയായിരുന്ന സമയത്ത് വന്നപ്പോ പൊക്കിയതല്ല, അതെ അതെ അല്ലെന്ന് ഞാൻ പറയില്ല. സ്കൂളിൽ സെക്സ് എഡ്യൂക്കേഷൻ അവർക്ക് പറ്റത്തില്ലെങ്കിൽ ഞങ്ങളെ കുറച്ച് ആൾക്കാരെ ഏൽപ്പിക്കും, ഞങ്ങൾ റെഡിയാണ്. കാരണം തമാശയായിട്ട് പറയല്ല, ഞങ്ങൾ പോകാം, അവയർനെസ് കൊടുക്കാം. ഞാൻ കൊഞ്ചടകം ഡെഡിക്കേറ്റ് ചെയ്ത് പാടാം. അന്നൊരു നാളിൽ നിന്നൊരാഗം പോലെ എന്നെ തഴുകി, ആ കുളിരിൽ ഞാൻ ഒരു കിളിയായി. രണ്ടുപേരും ഓക്കെ എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞപ്പോ രണ്ടുപേരും മനസ്സിൽ തോന്നിയത് എന്തായാലും ഇത് പറയട്ടെ. അല്ല, രണ്ടുപേരും ഓക്കെ പറഞ്ഞല്ലോ. ആദ്യം നിങ്ങൾ അത് പറയുമ്പോഴുള്ള സ്ട്രേറ്റ് ഫോർവേഡ് ആവണം എന്നുള്ളതൊക്കെ പറഞ്ഞു. പിന്നീട് അത് ഓക്കെ ആയി കഴിഞ്ഞ് നിങ്ങൾ എങ്ങനെയാണ് ഓക്കെ ആയി കഴിഞ്ഞിട്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പോസിബിൾ ആണെന്നുള്ള കാര്യം ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങൾ സത്യം പറഞ്ഞു, ഞാൻ പേഴ്സണലായിട്ട് പറയണം, ഇപ്പോഴും ഞാൻ അപ്പോൾ ഗോഡ് പ്രോമിസ് അങ്ങനെ ഒരിക്കലും പറയില്ലെന്നാ പറയണേ. ഈ ഒരിക്കലും ഞാൻ ഈ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ മീൻസ് മാക്സിമം ഒരു 1 year അല്ലെ 2 year ഇത് കൂടാ, ഈ 2 വർഷം കൂടാതെ അത്രേ ഉള്ളായിരുന്നു. കാര്യം വെച്ചാല് ഞാൻ അത്ര ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ, അങ്ങനെ പോകുന്ന ലൈഫാണ്. പക്ഷെ എന്റെ ലൈഫ് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചേക്കുന്ന ഒരു കാര്യം, കർത്താവെ ഇത് ചതിക്കാൻ വേണ്ടി ആണെങ്കിൽ ഒരിക്കലും എന്റെ ലൈഫിലേക്ക് കൊണ്ടുവരില്ലേ, എനിക്കിനി ഇങ്ങനെ ഇതടിച്ചിട്ടിരിക്കാൻ വയ്യ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞായിരുന്നു ആ കാര്യം. അപ്പൊ അതുകൊണ്ടായിരിക്കും ദൈവം തമ്പുരാൻ എനിക്ക് ഇങ്ങനെ തന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണോ? ഞാനല്ല പറയണ്ട, അത് ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അതെ, എന്റെ വിശ്വാസം തന്നെ രക്ഷിക്കട്ടെ, അത്രേ ഉള്ളൂ. ഓക്കെ, എങ്ങനെയാണ് ആക്ച്വലി ആ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഫേസ്ബുക്ക് വഴിയാണെന്നുള്ളത് അറിയാം. എങ്ങനെയായിരുന്നു അത്? ആക്ച്വലായിട്ട് ഒരു മ്യൂച്വൽ ഫ്രണ്ട് കണ്ടപ്പോൾ തന്നെ ജസ്റ്റ് ഒരേ ഒരു മ്യൂച്വൽ ഫ്രണ്ടേ ഉള്ളൂ, പക്ഷേ അത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഇപ്പോഴും. അത് തന്നെ. അപ്പൊ ഒരിക്കലും ഇത് കണ്ടാൽ എനിക്ക് അങ്ങനെ തോന്നില്ല. ഞാൻ ആ ഫസ്റ്റ് ആ ലുക്ക് കണ്ടല്ലോ, അപ്പൊ നമുക്ക് ആ ബിയേഡായിട്ടുള്ള ലുക്ക്, അപ്പൊ കാറുകൾ കണ്ടപ്പോൾ തന്നെ ഞാൻ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ റിക്വസ്റ്റ് കൊടുത്തു. അപ്പൊ കൊടുത്തപ്പോൾ ഒന്നാമത്തെ കാര്യം സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആയത് കാരണം, അപ്പൊ ഇത് അങ്ങനെ ഒരു വ്യക്തിയല്ല, ജസ്റ്റ് ക്യാഷ് ആയിട്ട് ഒരു ഫ്രണ്ടായിട്ട് ഒരു ചേട്ടനായിട്ടൊക്കെ പോകാം എന്നുള്ള ലെവൽ കണ്ടിട്ട് മെസ്സേജ് അയക്കുന്നു. ദെൻ പിന്നെ അതങ്ങനെ ചാറ്റായി, കോളിംഗ് ആയി, പിന്നെ അങ്ങനെ ഒരു കുറേ നാൾ നീണ്ടു നിന്നു. ഏകദേശം 2 വർഷത്തിനുള്ളിൽ കണ്ടു, പിന്നെ അടുത്തു, പിന്നെ ഏകദേശം ഒരു 7 വർഷത്തിനുള്ളിൽ മീൻസ് 7 വർഷമായിട്ട് ഞങ്ങളിപ്പോൾ ഒരുമിച്ച് ജീവിക്കുന്നു. അങ്ങനെ പോകുന്ന ആ ഒരു ലോങ് സ്റ്റോറി എന്ന് പറയാണ്. അല്ല, ആക്ച്വലി നമ്മളിപ്പോ ഫസ്റ്റ്ലി നമ്മളൊരു ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കും, നമ്മൾ ഇതൊന്നും അറിഞ്ഞിട്ടല്ലോ. ഒരിക്കലും അല്ല, നോർമലി. അതായത് ജസ്റ്റ് നമുക്ക് ആ ഒരു ലുക്ക് കണ്ട ഓക്കെ, എനിക്ക് എന്റെ മനസ്സിലുണ്ട് ഈ ചേട്ടനെ ഓക്കെ എന്റെ പാർട്ണറുടെ ലൈഫായിട്ട് കിട്ടുവാണെങ്കിൽ എനിക്ക് നല്ല അറിയാം. പക്ഷെ ഒരിക്കലും സ്ട്രേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് കിടക്കുന്ന സമയത്ത് ഒരേ ഒരു മ്യൂച്വൽ ഫ്രണ്ടേ ഉള്ളൂ, അതും എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിക്ക് അപ്പൊ ഇത് ഒരിക്കലും അങ്ങനല്ല എന്നൊരു ചിന്തയാണ് എന്റെ മനസ്സിൽ വന്നത്. അങ്ങനെ ഞാൻ റിക്വസ്റ്റ് അയച്ചു. പക്ഷെ അത് കറക്റ്റ് ആൾ തന്നെയായിരുന്നു. പക്ഷെ അത് ആക്ച്വലി ഒന്നും അറിയാതെ നമ്മൾ അയക്കുന്നു, വീണ്ടും അതിൽ തന്നെ സ്ട്രൈക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ ഭയങ്കര ഒരു ദൈവഭാഗ്യം എന്ന് പറയുന്നത്. നമ്പുരാനെ വലിയൊരു ഭാഗ്യമാണ്. ദൈവഭാഗ്യമല്ല, ദൈവം തന്നെയാണ്, അതല്ല. പക്ഷെ ഇവൻ ഇത് അയച്ചില്ലേ ആ സമയത്ത്, ഞാൻ ബാംഗ്ലൂരാണ് ഉള്ളത്. ബാംഗ്ലൂരിൽ നിന്ന് ഇവൻ റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് ഹായ് ജസ്റ്റ് ആ ഒരു ദിവസം മാത്രം അല്ല, ആദ്യമേ ഹായ് അയച്ചു, പിന്നെ ഒരു 1-2 ദിവസം ഒരു ലോങ് ചാറ്റ്, അല്ലല്ല ഒരു ലോങ് ചാറ്റ് ഒരു ദിവസം നടത്തി. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചു പിന്നെ ചാറ്റ് ചെയ്യാൻ വരുമല്ലോ, പിന്നെ കാണുന്നില്ല. പിന്നെ കുറെ ദിവസം കഴിഞ്ഞിട്ട് വേണ്ട എനിക്കൊരു ഹായ്, ഞാൻ ജസ്റ്റ് ആ സമയം തന്നെ ഗെറ്റ് ഔട്ട് ചെയ്തു. നമുക്കങ്ങനെ അറിയില്ലല്ലോ. അപ്പൊ നമുക്കൊരാള് ഇപ്പം മെസ്സേജ് അയക്കുന്നു, അപ്പൊ നമ്മള് ചാറ്റ് ചെയ്ത് പിന്നെ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല ഈ കാര്യങ്ങളൊന്നും. കാരണം എനിക്ക് അന്നേരം വേറെ ഒരു മനസ്സിൽ ഭയങ്കര വിഷമവും ഇതൊക്കെ ആയിട്ട് നടക്കുന്ന ടൈമാണ്. അപ്പൊ ഞാൻ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നില്ലായിരുന്നു. അതിന് പിന്നെ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നത് ആ അക്കൗണ്ട് തന്നെ എടുത്തിട്ട് ഞാൻ പിന്നെ യൂസ് ചെയ്ത ടൈമിനാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പൊ എനിക്ക് പിന്നെ ഞാൻ
എല്ലാവരോടും മെസ്സേജ് അയക്കാൻ തുടങ്ങിയ ടൈമിന് ജെയിം മെസ്സേജ് അയച്ചാൽ ജെയിമിന് ഒരാള് മെസ്സേജ് അയച്ചു. അതിനിപ്പോ എന്താ വെച്ചാൽ ഒരു ദിവസം ചാറ്റ് ചെയ്ത് നമ്മുടെ മനസ്സിൽ എന്തായാലും അപ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടോ എന്തെങ്കിലും ഒരു ഇവനോട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ നമ്മൾ വിചാരിച്ചല്ലോ. അല്ല നമ്മൾ നോർമലി ആണ് വരുന്നത്. പിന്നീടാണ് എനിക്ക് തോന്നിയത്. പിന്നീട് എന്ന് പറഞ്ഞാല് പിന്നെ ഞാൻ മെസ്സേജ് അയച്ചൊരു 2 ആഴ്ച കഴിഞ്ഞിട്ടാ 2-3 ആഴ്ച കഴിഞ്ഞു. പിന്നെ ഞാൻ എന്തായാലും മെസ്സേജ് വന്ന് ഇവന്റെ മെസ്സേജ് വന്ന് കിടപ്പുണ്ട് എൻ്റെ അടുത്ത്. അപ്പം ഞാൻ നൈസായിട്ട് ഹായ് എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചു. അപ്പം പറഞ്ഞു താൻ പോടോന്ന്. അങ്ങനെ പറയാം നമ്മൾ തിരിച്ച് നമ്മൾ റിപ്ലൈ ചെയ്യുമല്ലോ. അപ്പൊ എന്താ അങ്ങനെ ബ്രോ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ബ്രോ എന്ന് വിളിച്ചാൽ സംസാരിക്കുന്നത്, അല്ലാതെ ഞാൻ ജെബിനെ ഒന്നും വിളിച്ചിട്ടില്ല. ബ്രോ എന്താ ബ്രോ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ മെസ്സേജ് അയച്ച് അങ്ങനെ അയച്ചയച്ച് പിന്നെ അങ്ങ് തുടങ്ങി. പിന്നെ പക്ഷെ ഈ 1.5 വർഷമായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ അങ്ങോട്ടും പറഞ്ഞിട്ടില്ല. അപ്പോഴും ജസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ അപ്പോഴും എനിക്കറിയാവുന്ന അപ്പോഴും ഈ ഒരേ ഒരു മ്യൂച്വൽ ഫ്രണ്ടേ ഉള്ളൂ. അതാ ഏറ്റവും വലിയ രസം. അപ്പൊ നമുക്കൊരു ഇങ്ങനെ ഒരു വ്യക്തിയല്ല, പക്ഷെ ഞാൻ പിന്നെ കണ്ടുപിടിക്കാൻ തുടങ്ങി. എന്താ അറിയോ, നമുക്ക് ലൈക്ക് അതുപോലെ തന്നെ കമന്റ് ഒക്കെ ചെയ്യുമ്പോൾ അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക് ഇങ്ങനെയുള്ള ആൾക്കാരപ്പോ എനിക്ക് അറിയാം. മീൻസ് നമുക്കും ഇങ്ങനെ കമന്റ്സ് കാര്യങ്ങളൊക്കെ വരും ആ സമയത്ത്. അപ്പൊ അത്യാവശ്യം അപ്പൊ അങ്ങനെ ഒരു കത്തി പൊതുവെ ഫോട്ടോസും കാര്യങ്ങളും എന്തായാലും ഫേസ്ബുക്കിൽ നമ്മൾ ഇടാറുണ്ട്. അപ്പൊ ഇട്ട് കഴിഞ്ഞപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ താടിയൊക്കെ കണ്ടു. അങ്ങനെ എന്താണ് അതിൽ സ്ട്രൈക്ക് ചെയ്തത്? ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു ഫോട്ടോയിൽ സ്ട്രൈക്ക് ചെയ്തത് ഇങ്ങനെ കിട്ടു താടിയായിരുന്ന സമയത്ത് വന്നപ്പോ തന്നെ പൊക്കിയതല്ല, ഞാൻ ഓട്ടോമാറ്റിക് സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. എനിക്ക് ആ താടി കണ്ടിട്ടാണ് ഞാൻ ആദ്യം ഇത് ചെയ്തത്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും ഗേ ആണെന്നുള്ളൊരു കാര്യം എനിക്ക് അറിയാതെയാണ് ഞാൻ മെസ്സേജ് അയച്ചത്. കാരണം എനിക്ക് ആ സമയത്ത് ഒരു ചേട്ടനെങ്കിലും മതി. മീൻസ് എന്റെ വിഷമങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്, നല്ലൊരു ഫ്രണ്ട് ആയാലും ഓക്കെ ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ പുള്ളി എന്നെ അങ്ങനെ കരുതിയിട്ടില്ലായിരുന്നു. കാര്യം ഒരിക്കലും ഞാനും ഇങ്ങനെ ഒരു വ്യക്തിയാന്നുള്ള കാര്യം പുള്ളിക്കും അറിയില്ലായിരുന്നു. അത് ചെയ്തു ഞാനിങ്ങനെ ഈ ആവശ്യക്കാരിൽ നമുക്ക് എന്താ പറയാ, ഇപ്പൊ ഞാനൊരു മെസ്സേജ് അയച്ച് അല്ലെങ്കിൽ ഞാൻ എവിടെയും പോവാണ് അല്ലെങ്കിൽ ഒരു ബിസി ആയി പ്രശ്നങ്ങളായിരുന്നു. അതെ അങ്ങനെ അവൻ എടുക്കുന്നതാണ് എനിക്ക് ഞാനിങ്ങനെ നിന്ന് പോകുന്നത്. ഇപ്പൊ അല്ല നമ്മള് പൊസസീവ് അല്ല. പക്ഷെ അതെ അല്ലെന്ന് ഞാൻ പറയുന്നത് നല്ലപോലെ ഒരിക്കലില്ല. അത് എനിക്കല്ലേ ഫീൽ ചെയ്യുള്ളൂ. കാരണം നമ്മൾ അത്യാവശ്യം വേറെ ആളുകളിലും കുറച്ച് സമയം മിങ്കിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇഷ്ടമില്ല. എന്നോട് ഓപ്പണായിട്ട് വന്നിട്ട് പറഞ്ഞിട്ട് എനിക്ക് താല്പര്യമില്ല. അത് പക്ഷെ ഞാൻ എന്റെ എന്തെങ്കിലും കാര്യം കണ്ടുപിടിച്ചിട്ടായിരിക്കും അത് അടിയൊക്കെ എന്നോട് പേഴ്സണൽ ആയിട്ട് ഞാൻ പക്ഷെ ആ സെക്കൻഡിൽ ഞാൻ എടുത്തടിച്ച് സംസാരിക്കും. പക്ഷെ മനുഷ്യരെ എന്നോട് അങ്ങനെ പറയില്ല. എന്നെ മാറ്റി നിർത്തിയെവിടെയെങ്കിലും എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം ഓപ്പണായിട്ട് പറയും. നീ അവനോട് കൂടുതലായിട്ട് മീൻസ് പക്ഷെ അതൊരു വേറൊരു വ്യക്തിയാണ്, ഓക്കെ നമുക്ക് കുഴപ്പമില്ല, അങ്ങനെ ഓപ്പണായിട്ട് എന്നോട് പറയും. അപ്പൊ പോസിറ്റീവ്സ് ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷെ അത് ഞാൻ കാണിക്കുന്ന വെളിയിൽ എല്ലാവരോടും മുമ്പിൽ കാണിക്കില്ല എന്നുള്ളത് ഞാൻ ഓപ്പൺ കാണിക്കും. ഈ ഓപ്പൺ ആയിട്ട് കാണിച്ചതിന്റെ പേരിൽ മാത്രമാണോ ഈ 7 ഫോൺ തല്ലി പൊട്ടിക്കാനുണ്ടായ സാഹചര്യം? 7 പറഞ്ഞ പക്ഷെ 7 അല്ല അതിൽ കൂടുതലുണ്ട്. പക്ഷെ അത് കാര്യം വെച്ചാൽ എനിക്ക് തോന്നുന്നു അതേന്ന് തോന്നുന്നു. കാര്യം മാക്സിമം എനിക്ക് എന്താ അറിയോ, നമുക്ക് അത് വെച്ചാൽ ഞാൻ പറഞ്ഞാൽ ശരിയായിരിക്കും കേട്ടോ കാര്യങ്ങള്. അത്യാവശ്യം എനിക്ക് ആവശ്യമില്ലാത്തൊരു നോട്ടം ഇഷ്ടമില്ല, ആവശ്യമില്ലാത്തൊരു ടച്ച് ഇഷ്ടമില്ല. പക്ഷെ കാര്യം എന്താന്ന് വെച്ചാൽ എനിക്കതൊരു ഫീൽ വെരി ബാഡ് ആയിട്ടാണ് തോന്നുന്നത്. അതിപ്പോ ഓട്ടോമാറ്റിക്കലി ഇപ്പം ഓക്കെ ചേട്ടന്റെ വൈഫ് അങ്ങനെയാണെങ്കിൽ വേണ്ട, ഇപ്പൊ ചേട്ടൻ ലവർ സിംഗിൾ അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്കൊരു ഇതുണ്ടാവുമല്ലോ. അപ്പൊ അതേ സെയിം സാധനം തന്നെ ഉള്ളു ഇവിടെ. അത് മാത്രമേ ഉള്ളൂ ഇതിന്റെ, അല്ലാതെ വേറൊരു വിഷയമില്ല. ഒരു സോങ് ഡെഡിക്കേറ്റ് ചെയ്ത് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും അങ്ങോട്ടും കൂടി ഏതൊരു സോങ് പാടോ വേണം, അങ്ങോട്ട് പാടി കൊടുക്കണം. ഞാൻ കൊഞ്ചടകം ഡെഡിക്കേറ്റ് ചെയ്ത് പാടാം. അന്നൊരു നാളിൽ നിന്നൊരു രാഗം പൂ പോലെ എന്നെ തഴുകി, ആ കുളിരിൽ ഞാൻ ഒരു കിളിയായി അറിയാതെ സ്വപ്നങ്ങൾ കണ്ടു, അരരം തേൻ കണമായി തേൻ മനമായി ശലഭങ്ങളായി നമ്മൾ പാടി രാഗം. അത്ര മതി. കുടുംബം എന്നുള്ളത് ഇനി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ കുടുംബം ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആക്ച്വലി ആരോ ഒരാൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു, ഒരു ചേച്ചി, അത് പുറത്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ അങ്ങനെ പുറത്ത് മെസ്സേജ് അയച്ചു, പിന്നീട് അതൊരു ഡോണറായിട്ട് വരാം അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലേക്ക് സംസാരിച്ചിരുന്നു. അതിനെ കുറിച്ച് എന്താണ്? ഇപ്പോഴും അവര് അതേ ഇതിൽ തന്നെ നിൽക്കുന്നത്. ഞങ്ങളിപ്പോ എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങനെ ഇതായിട്ട് പറയുന്നില്ല. കാരണം വെച്ചാൽ ഞങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു 15,000 അല്ലെങ്കിൽ 20,000 രൂപ
സാലറി ഇപ്പം എനിക്കുണ്ടെന്ന് വെച്ചു, ഇപ്പോൾ മനുഷ്യരുടെയൊക്കെ എത്ര ഉണ്ടെന്ന് വെച്ചാലും ഞങ്ങൾക്ക് മുമ്പോട്ട് ഈ എറണാകുളത്ത് ജീവിക്കണം എന്ന് നമുക്കൊന്നും പറ്റില്ല. കാര്യം ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്കൊരു കുട്ടി എന്ന് പറയുമ്പോൾ അതൊരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ജോലി, അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിനെ നോട്ടം, ഇതൊന്നും നടക്കൂല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഈ സംഭവത്തിന് വേണ്ടി ഇല്ല, പക്ഷെ ഭാവിയിൽ അതും നടക്കും എന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി തന്നെയാണ് ഞങ്ങൾ അങ്ങനെ ഒരു ഇതിലേക്കാണോ മുന്നോട്ട് പോകുക, അതോ അല്ലെങ്കിൽ ദത്തെടുക്കുക എന്നുള്ള രീതിയിലേക്കാണോ? ദത്തെടുക്കുവാണെങ്കിൽ ഇപ്പൊ ഫാമിലീസിന്റെ അഭിപ്രായത്തിൽ ദത്തെടുക്കുവാണെങ്കിൽ ഒരിക്കലും നമ്മുടെ ഒരു കുഞ്ഞാവൂലല്ലോ. അപ്പൊ അവരുടെ ആഗ്രഹം നമ്മുടെ തീർച്ചയായിട്ടും സംസാരിച്ചു. അപ്പൊ നമുക്ക് ഒരു കുഞ്ഞ് വേണം എന്നുള്ള ലെവലാണ്. അപ്പൊ പക്ഷെ കുഞ്ഞുങ്ങളില്ലാത്ത എത്ര ആൾക്കാരുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് പോസിബിൾ, ഞങ്ങൾ ആദ്യമേ ഉദ്ദേശിച്ച് ദത്തെടുക്കുക എന്നുള്ള ലെവലായിരുന്നു. പക്ഷെ അതിന് കുറെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കത് ചെയ്യാൻ പറ്റില്ല. പിന്നെയുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം. അപ്പൊ ഈ ഒരു കാര്യം അവർക്ക് ഓക്കെയാണ്, പിന്നെ നമുക്ക് വിഷയമില്ല, അവരും ഓക്കെയാണ്. അപ്പൊ ഞങ്ങളുടെ ആരെങ്കിലും ഒരാളുടെ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം എന്നാണ് പറയുന്നത്. എല്ലാം ദൈവത്തിന്റെ ഒരു കാര്യം. ലൈഫിൽ ഇനി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം വേണമെന്നല്ല, ഞാനിപ്പോൾ നാട്ടിൽ ചെന്നപ്പം എന്നോട് ഫ്രണ്ട്സ് അല്ല കുറെ പ്രായമുള്ളവർക്ക് ചോദിക്കുന്നതാണ്, നിങ്ങൾക്കൊരു തലമുറ അല്ലെങ്കിൽ ഒരു നിങ്ങളുടേതായ ഒരു ഇത്, അതിനെന്താ നിങ്ങൾ ചെയ്യുന്നത്, ഇങ്ങനെ ജീവിതം ജീവിച്ചാൽ നിങ്ങൾക്ക് ശരിയാവും എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് വേണം. ഇപ്പം ഞാൻ ജീവിതം തീരുമാനിച്ചെടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു കാര്യം വരുവാണ്, അതിനെന്ത് തീരുമാനമാണോ ഞങ്ങളോട് തീരുമാനിച്ച് എന്താണ് അതിൻ്റെ ഓപ്ഷൻ നമ്മൾ കണ്ടെത്തി നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾ ഇതാകേണ്ട ആവശ്യമില്ല. ഞാൻ പറയുവാണെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് മീൻസ് LGBTIQ+ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാനും കല്യാണം കഴിക്കാനും അതിന് ഫർദർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടത്താൻ വേണ്ടി ഗവൺമെന്റ് മെയിനായിട്ട് എന്താ പറയണ്ടേ, ഞങ്ങൾക്ക് അതിനു വേണ്ടിയുള്ളൊരു സംഭവം തരണം. അങ്ങനെ ഇത് ചെയ്താൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മുമ്പോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ ആനുകൂല്യങ്ങൾ നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഈവൻ ഞങ്ങൾക്ക് ഇപ്പൊ ഗേ ആയുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ ലെസ്ബിയൻ്റെ ആൾക്കാർക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് നമുക്കൊന്നും കിട്ടാറില്ല. ആകെ ഗവൺമെന്റ് കൊടുക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സ് പോളിസി എന്ന് പറയുന്ന സംഭവം ഇത്രയും നാളായിട്ട് നമുക്ക് അംഗീകരിച്ചുള്ളൂ. അത് കാരണം നമ്മളെപ്പോലുള്ള എത്ര ആൾക്കാരുണ്ട്, അപ്പൊ നമുക്ക് വേണ്ടി ഇതിലും വേണ്ടായോ. കാര്യം ട്രാൻസ്ജെൻഡേഴ്സിന് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. ഒരിക്കലും ഞങ്ങള് തെറ്റായിട്ട് പറയുകയോ കമ്മ്യൂണിറ്റിയെ കുറിച്ച് മോശമായിട്ട് പറയുകയോ ചെയ്യുന്നതല്ല. അപ്പൊ എല്ലാവരും ഈക്വൽ ആണ്. അപ്പൊ എല്ലാവർക്കും കിട്ടേണ്ട കാര്യം എല്ലാവർക്കും കിട്ടണം. ഈ പറഞ്ഞതുപോലെ തന്നെ ആക്ച്വലി എന്താ പറയാ, ഗേ എന്നുള്ളൊരു മാറ്റി നിർത്തുന്നു, നല്ലതായിട്ട് മാറ്റി നിർത്തുന്നു. ഇപ്പൊ ലെസ്ബിയൻസ് ആയാലും കുറച്ച് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടി. പക്ഷെ നമുക്ക് ഗേ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് സപ്പോർട്ട് ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് എല്ലാ ആൾക്കാരും മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷെ അതിനൊരു ലിമിറ്റഡ് ആണ് കാര്യങ്ങൾ. കാര്യം ഇപ്പോഴും ഞങ്ങൾ കമ്മ്യൂണിറ്റിയിലോ എവിടെ ഇല്ല, സീരിയസ് ആയിട്ട് പറയാണ്. കാരണം വെച്ചാൽ നമുക്ക് ആരും നമ്മളെ ക്ഷണിച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ എന്താ വെച്ചാൽ ഞങ്ങളും പോകില്ല. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളോട് എന്തെങ്കിലും ആവശ്യപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന സാധനം ഞങ്ങൾ ചെയ്തിരിക്കും. പിന്നെ ഒന്നാമത്തെ വേറൊരു കാര്യം, എനിക്ക് ഈ ഒരു 2 കാര്യം മാത്രമേ ഉള്ളൂ പറയാൻ വേണ്ടി. സ്കൂളിൽ സെക്സ് എഡ്യൂക്കേഷൻ അവർക്ക് പറ്റത്തില്ലെങ്കിൽ ഞങ്ങളെ കുറച്ച് ആൾക്കാരെ ഏൽപ്പിക്കും. ഞങ്ങൾ റെഡിയാണ് ആ കാര്യം. റെഡി എന്ന് പറഞ്ഞാൽ തമാശയായിട്ട് പറയല്ല, ഞങ്ങൾ പോകാം, അവയർനെസ് കൊടുക്കാം, ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. അല്ലെങ്കിൽ ഞങ്ങളെക്കാട്ടും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിട്ട് പോയി ഞങ്ങൾ ടോക്ക് ചെയ്യാം. ജസ്റ്റ് സ്കൂൾ 1 മണിക്കൂർ എന്നാ അറിയാം ഞങ്ങൾക്ക്. ഞങ്ങൾ കേരളത്തിൽ എല്ലാ സ്കൂളുകളിലും പൊക്കോളാം. ഞങ്ങളതിൽ 100 കാര്യം അപ്പൊ അറിയാം സ്കൂളിലെ പിള്ളേരിൽ എത്ര പേര് ഇങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം. വരും തലമുറയെ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റും. അവരും അനുഭവിക്കുന്നത് കാര്യം ഞങ്ങൾ ആ ഒരു ഏജിലൂടെ കടന്നു വന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് ഫീലിംഗ് അറിയാം ഇപ്പൊ പിള്ളേർ അനുഭവിക്കുന്നത് എന്നാണ്. അപ്പോൾ ഉറപ്പായിട്ടും കാര്യം അവരുടെ വീട്ടിൽ നിന്ന് തലമുറ ആദ്യമേ തന്നെ സ്കൂളിൽ നിന്ന് മീൻസ് അവരുടെ വിദ്യാഭ്യാസം ഒഴിഞ്ഞു പോകാതെ അവർ നന്നായിട്ട് പഠിച്ച് നല്ലപോലെ വിദ്യാഭ്യാസം നേടി നമുക്ക് ഭാവിയിലേക്കുള്ള നല്ല നല്ല മുത്തുമണികളായിട്ട് വളരാൻ വേണ്ടി അവരെ കൂടെ നമ്മൾ മീൻസ് ഇത് ചെയ്യണം. ഈ പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ആലോചിക്കും, ഏജ് ആയിട്ടുള്ള ആരോ മെസ്സേജ് അയച്ചിരുന്നു. കാരണം പണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അതെന്തായിരുന്നു ആ ഒരു മാരേജ് കഴിഞ്ഞ ഒരു അപ്പച്ചൻ പറഞ്ഞതാണ്, ഞാൻ ഭാര്യ വിട്ട് ഒരു ബന്ധുവില്ല ഇപ്പൊ, എങ്ങനെയോ കുഞ്ഞുണ്ടായി മീൻസ് 3-4 പിള്ളേരുണ്ടായി പോയി. കാരണം അത് എന്റെ ഇത് കൊണ്ടല്ല, ഭാര്യ വിളിക്കുന്നു, ഞാൻ പോയിട്ട് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. എനിക്കല്ലാതെ അവളായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് നല്ലൊരു കത്തോലിക്ക അപ്പച്ചനായി പറയണേ. കാര്യം വെച്ചാൽ അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ഫീലിംഗ് തോന്നുന്നു. കാര്യം വെച്ചാൽ അങ്ങനെ അയച്ചേക്കുന്ന എത്ര പേരുണ്ടെന്ന് അറിയാം. ഈവൻ എല്ലാ ആൾക്കാരിലും വരുന്ന ആൾക്കാർ എത്രയോ പേര് അയച്ചിട്ടുണ്ടെന്ന് അറിയാം. കാര്യം അവർക്ക് അവരുടെ നിവൃത്തികരോട് അവരുടെ വീട്ടുകാരുടെ പുള്ളിങ് കൊണ്ട് പോയി ചെയ്തതാണ്, അല്ലാതെ അവർക്ക് ഒട്ടും താല്പര്യമില്ല. ഇപ്പൊ തീർച്ചയായും നിങ്ങൾ ഈ പറഞ്ഞ ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ട് ആക്ച്വലി ഒരു ഓപ്പണിംഗ് സൈറ്റോ അങ്ങനെ എന്തോ ഒരു ഇത് എന്തോ ഉണ്ടെന്ന് പറയാം. അതെന്താണ് അതിനുവേണ്ടിയുള്ള പണിപ്പെട്ടിൽ ഇങ്ങനെ അതിനെ കുറിച്ച് എന്നോട് പറയുന്നു. അല്ല ഇതായിട്ടിരിക്കുകയാണ്. അപ്പം മേ ബി ഏപ്രിലോടുകൂടി സ്റ്റാർട്ട് ചെയ്യണം എന്ന് ഞങ്ങള് വെക്കുന്നു. പക്ഷെ ഞങ്ങൾക്ക് അതിന് കുറച്ചും കൂടെ ഫണ്ടും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയാണ് വരിക. കാര്യം ഞങ്ങളെ 2 പേരെ കൊണ്ട് ഈ കാര്യം താങ്ങാൻ പറ്റാതില്ല, അതിലപ്പുറമാണ്. കാര്യം വെച്ചാൽ
ഇതിന് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമ്മൾ സാധാ ഒരു ഡേറ്റിംഗ് ആപ്പ് അല്ല നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. നമ്മളൊരു കാര്യം ആദ്യമേ തന്നെ പറയാനുള്ളത്, ഇതിൻ്റെ കല്യാണം എന്ന് പറഞ്ഞൊരു സംഭവമാണ് നമ്മൾ നടത്തുന്നത്. അപ്പൊ അതിന് നമുക്ക് ലീഗലി ഗവൺമെന്റ് നമുക്കിത് അപ്രൂവ് നൽകണം. ഇതിൽ ഒരു ഡേറ്റിംഗ് ആപ്പ് അല്ലാത്ത രീതിയിൽ 2 ഫാമിലിയും അവരുടെ ഡീറ്റെയിൽസ്, അവരുടെ ഒറിജിനൽ ID, അവരുടെ ഫുൾ സംഭവം വിത്ത് ഹെൽത്തിന്റെ എന്താ പറയുക കാര്യങ്ങൾ ഉൾപ്പെടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഓരോ പ്രൊഫൈലാണ് നമ്മൾ അതിനകത്ത് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളിതൊരു 3 ലെവലായിട്ടായിരിക്കും വരുന്നത്. ഒന്ന് സിൽവർ, അല്ലെങ്കിൽ ഗോൾഡ്, അല്ലെങ്കിൽ ഡയമണ്ട്, അങ്ങനെ ഒരു സെക്ഷൻ. പിന്നെ അതായത് VIP മീൻസ് നമുക്കൊരു മിഡിൽ ക്ലാസ് തൊട്ട് അല്ലെ ലോക്കൽ തൊട്ട് ഒരു VIP സെക്ഷൻ വരെ നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെപ്പോൾ എല്ലാ ആൾക്കാരും ഇതിനകത്ത് വരണം. നമ്മൾ ആൾക്കാർക്കല്ല ഇവിടെ ഉള്ളത്, എല്ലാവരും കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു സംഭവം നമ്മളിലേക്ക് സെറ്റ് ചെയ്ത് ഇന്ത്യയിലേക്ക് ഇന്ത്യക്കാർക്ക് വേണ്ടിയാണ് നമ്മളിപ്പോ ഇത് ചെയ്യുന്നത്. നോർമൽ ആക്ച്വലി ഒരു മാട്രിമോണിയൽ പോലെ തന്നെ, പക്ഷേ നമുക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു LGBTIQ+ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പം ഇപ്പൊ അരികെ എന്നൊക്കെ പറഞ്ഞ കുറെ പ്ലാറ്റ്ഫോം ഒക്കെ ഇതിനു വേണ്ടി ഉള്ളവരല്ലല്ലോ. ഡേറ്റിംഗ് ആപ്പ് ഒക്കെ കുറെ വേറെ ഉണ്ട്. പക്ഷെ നമുക്ക് ഡേറ്റിംഗ് ആപ്പ് അല്ല വേണ്ടത്. കാരണം നമുക്ക് 2 ഫാമിലി ഒന്നിക്കുന്ന ഒരു ഇതാണ് വേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഒരു ബോണ്ടിങ് ഉണ്ടാവുള്ളൂ, ഒരു സ്നേഹം ഉണ്ടാവുള്ളൂ. ഇപ്പം മനുഷ്യൻ ഞാൻ തമ്മിൽ ഇപ്പൊ ഒരു ഭാര്യ ഭർത്താവായിട്ട് എങ്ങനെ നമ്മൾ മാട്രിമോണി സൈഡിൽ ഇത് ചെയ്യുന്നത്? കാര്യം അവരുടെ ഫാമിലി വന്നു, അവരുടെ മിങ്കിൾ ചെയ്ത്. അപ്പൊ അങ്ങനെയുള്ള കുറെ ആൾക്കാർ ഓൾറെഡി ഇപ്പൊ ഉണ്ട് ഈ ഫാമിലിയിൽ അറിയാതെ. അവരൊരു 10 പേര് നമ്മുടെ ഇതിൽ വന്നിട്ട് രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി സ്വാഭാവികമായിട്ട് മാറും. തീർച്ചയായും. അപ്പൊ അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾക്ക് അതിന്റെ ഒരു ക്യൂരിയോസ് ഉണ്ട്. അപ്പം ദൈവം നടത്തണം. പിന്നെ ഞങ്ങൾക്ക് ഒരു കാര്യം എല്ലാ ആൾക്കാരോടും പറയാനുള്ളത്, മേ ബി ഇത് നിങ്ങളൊന്ന് പ്രത്യേകിച്ച് ടെലികാസ്റ്റ് ചെയ്യണം. കാരണം ഞങ്ങളെ അത്യാവശ്യം ഈ കാര്യം ഫണ്ടും കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനുവേണ്ടി ഞങ്ങളെ സഹായിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ പേഴ്സണലി ഞങ്ങൾക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിലോ എവിടെയെങ്കിലും ഒന്ന് മെസ്സേജ് അയക്കുക. പക്ഷേ അത്യാവശ്യം നല്ലൊരു ഫണ്ടും കാര്യങ്ങളും വേണം. പിന്നെ ഇതിനെക്കുറിച്ച് പഠിച്ച ആൾക്കാർക്ക് ഞങ്ങൾക്ക് കുറേ മെസ്സേജ് അയച്ചായിരുന്നു. പക്ഷെ അവരായിട്ടുള്ള കോൺടാക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. കാര്യം അവർ മെസ്സേജ് അയച്ചു ജസ്റ്റ് പോയി എന്നുള്ളതേ ഉള്ളൂ. ഞങ്ങൾ ഇതുവേണ്ടി പണിപ്പെടാൻ തുടങ്ങിയിട്ട് ഒരു 7 വർഷമൊക്കെ ആയി. അപ്പൊ അത്രയും ഇതായിട്ട് മുമ്പോട്ട് പോകുന്നു ഈ കാര്യങ്ങൾ. കാര്യം മാട്രിമോണി സൈറ്റ് ആയിട്ടല്ല ഞങ്ങൾ ആദ്യമേ ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇരുന്നത്. ഞങ്ങൾ വേറൊരു സംഭവമായിട്ടാണ്. കാര്യം LGBTIQ+ വേണ്ടി ഒരു ആപ്പ് അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അത് പോരാ എന്നുള്ളൊരു കാര്യം ഞങ്ങൾ തീരുമാനിച്ചത് ഈ ഒരു 1.5 അല്ലെങ്കിൽ ഒരു 2 വർഷത്തിന് മുമ്പാണ്. ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾ കാര്യങ്ങളെല്ലാം ഓപ്പൺ അപ്പ് ആക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ എപ്പിലോഡ് കണക്ക് അപ്പൊ ഞങ്ങളെ സഹായിക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് ഫണ്ട് കിട്ടാൻ വേണ്ടിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ തരാം. പിന്നെ നല്ല നല്ല എന്താ പറയുക കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ് ഉള്ള ആൾക്കാരോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ആൾക്കാർ വരുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഹെൽപ്പ് ആയിരിക്കും. മാക്സിമം ആൾക്കാരെല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരം. പിന്നെ ലീഗിലുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ കുറച്ച് എന്താ പറയണ്ടേ അഡ്വക്കേറ്റ്സ് ആയിട്ടുള്ള അങ്ങനെ ആൾക്കാരൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാത്തിനും ഇത് നമ്മൾ ലൈവിലും കാര്യത്തിലൊക്കെ വരുമ്പോൾ ഞങ്ങൾ എന്താ പറയണ്ടേ ഓൺ ദ സ്പോട്ടിൽ ഞങ്ങൾ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലും ഉണ്ടാവും. തീർച്ചയായും യൂട്യൂബ് ചാനൽ എന്തായാലും വരും. കാര്യം ഇത് ചെയ്യുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ലൊരു സെലിബ്രിറ്റീസിനൊക്കെ വെച്ചിട്ട് നമുക്കൊരു ഇനോഗ്രേഷനോടുകൂടി ചെയ്യണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിനെല്ലാം ദൈവത്തിന്റെ ഒരു വലിയ അനുഗ്രഹം വേണം. അപ്പോൾ ഞങ്ങളെ താഴ്ത്തിക്കെട്ടുന്ന ആൾക്കാർക്ക് തന്നെ ഞങ്ങളെ കൊണ്ടൊരു പ്രചോദനം ആകണം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. രണ്ടുപേരും സപ്പോർട്ടിംഗ് സിസ്റ്റം ആയിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. Introducing Dazzler Chic and Cute Nail Polish. Available in 63 shades. Dazzler Chic and Cute Nail Polish at 60 rupees only.